ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ആർ യു റെഡി? ആർ യു റെഡി? സേ യെസ്. എസ് പറഞ്ഞതുപോലെ മിസ്സിനോട് പഠിക്കാല്ലേ നമുക്ക്? ഓക്കെ. What did we learn in the last class? അങ്ങനെ ചോദിച്ചാൽ എന്താ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? എന്താ പഠിച്ചേ ലാസ്റ്റ് ക്ലാസ്സില്? ആരാ പറയാ? Who will say? ഇഷാനി കുട്ടി പറയും, ഫാത്തിമ മെഹറൻ പറയും അല്ലേ? ഫസ്റ്റ് കൈവക്കിയത് ഇഷാനിയാണ്. പറഞ്ഞു മുത്തേ, എന്താ പഠിച്ചു നമ്മള് ലാസ്റ്റ്? ഷീ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ മെഹറിൻ. പറഞ്ഞോ. ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ, മിസ് നോക്കി പറഞ്ഞേ, മിസ് നോക്കി പറഞ്ഞേ. ക്യാറ്റ്, വെരി ഗുഡ്, ഗുഡ് ഗേൾ. നെക്സ്റ്റ് ആരാ പറയാ? ആരാ പറയാ നെക്സ്റ്റ്? ആദിശ്രീ. ആദിശ്രീനെ മിസ് കണ്ടില്ലല്ലോ, ഇപ്പളാ കണ്ടേ. ചോട്ടച്ചിനെ ഞാൻ ഇപ്പളാ കണ്ടേ. പീക്കിരി. മിസ് കേട്ടില്ലല്ലോ. സി ഫോർ ക്യാറ്റ്, ക്യാരറ്റ്, കേക്ക്. ഒന്നുകൂടി ഉണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്, ഗുഡ് ഗേൾ. നല്ല മോളാണേ. നെക്സ്റ്റ് ഏബിൾ ജിയോ പറഞ്ഞുതരോ മിസ്സിന്? ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച വേർഡ്സും പറഞ്ഞുതരോ മിസ്സിന്? മുഹമ്മദ് ഇർഫാൻ മിസ് കാണുന്നുണ്ട്, വിളിക്കാം. മിസ്സിന് പറഞ്ഞു കൊടുക്ക. സ്പീഡാണല്ലോ, സ്പീഡ്. വെരി ഗുഡ്, നല്ല മോനാണ്. നന്നായിട്ട് പഠിക്കണേ. ഓക്കെ, നെക്സ്റ്റ് എവിടെ നമ്മുടെ മുഹമ്മദ് റഫാൻ? പറഞ്ഞോ. C4 വെരി ഗുഡ്, നല്ല മോനാണ്. നെക്സ്റ്റ് ലുബാബ. ഓക്കെ, ലുബാബ കുട്ടി പറഞ്ഞോ. വെരി ഗുഡ്. പിക്ചർ കാണുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? കാണാതെ പഠിക്കണേ, കേട്ടല്ലോ? ഓക്കെ ദെൻ, നല്ല മോള്. പിന്നെ നെക്സ്റ്റ് ആരാ പറയാ? നെക്സ്റ്റ് ആരാ പറയാ? ഏബിൾസിന്റെ പറയോ? എന്റെ മോൻ പറയുവോ? ഏബിൾസിന്റോ? അൺമ്യൂട്ട് ആവുന്നില്ലല്ലോ മോനെ.
ഓക്കെ മിസ് വിളിക്കാം. അൺമ്യൂട്ട് ആവുന്നില്ല, അതുകൊണ്ടാണ്. നെക്സ്റ്റ് ആരാ പറയാ? ആദിഷ് പറഞ്ഞേ. ആദിഷ്. പറഞ്ഞോടുക്ക്. പറഞ്ഞോ, ഒച്ചത്തിൽ പറഞ്ഞേ. കേക്ക്. വെരി ഗുഡ്. ഓക്കെ മിസ് എല്ലാരെ കൊണ്ടും പറയിപ്പിക്കാം. നെക്സ്റ്റ് ലെറ്റർ ഏതാ? നെക്സ്റ്റ് ആൽഫബറ്റ് ഏതാ? എ ബി സി ടി. നെക്സ്റ്റ് വൺ ഡി. എ ബി സി ഡി. ഓക്കെ ഓക്കെ മക്കൾക്ക് ഡി എഴുതാൻ അറിയോ? അതിനു മുന്നേ രണ്ടാളും കൂടി സി പറയാ അല്ലേ? ഇനി ആരാ പറയാ സി വച്ചിട്ടുള്ള വേർഡ്സ്? ഇഷാനിക്കുട്ടി ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ? നെക്സ്റ്റ് ആരാ പറയാ? ഉമർ പറയോ? ഉമർ പറഞ്ഞ മോനെ, സി വച്ചിട്ടുള്ള വേർഡ്സ് പറഞ്ഞേ. Umar, can you hear me? Umar പറഞ്ഞ മോനെ, സി. സി ഫോർ കൈകെട്ടിയിരുന്ന എല്ലാവരും. ലുബാബ എങ്ങനെ ഇരിക്കുന്നത്? ലുബാബ കൈകെട്ടിയിരുന്നേ, കൈകെട്ടിട്ട്. ഓക്കെ പറഞ്ഞു ഉമർ. Cat. Cap. Then carrot. Cake. Very good. Next one, D. A for apple and A for ant. Next one, B. B for bat and B for ball. Next alphabet is C. C for cat and C for cap. Next one is D. D എഴുതാൻ നമുക്ക് പഠിക്കാം. D. D for dog and D for dogs. Dog എന്താ? What do you mean by dog? Dog പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾക്ക്? ബൗബൗവിനെ അറിയോ? ബൗബൗ സൗണ്ട് ഉണ്ടാക്കുന്ന ആരാ? ഡോഗ് ആണ് അല്ലേ? എന്താ അത്? നായയാണ്. How many of you have dogs in your home? എത്ര പേരുടെ വീട്ടിൽ ഡോഗ് ഉണ്ട്? എത്ര പേരുടെ വീട്ടിൽ ഡോഗ് ഉണ്ട്? ആരുടെയും വീട്ടിലില്ലേ? ഏബിൾസിനോട് വീട്ടിലുണ്ട് ഡോഗ്. Then പിന്നെ ആരുടെ വീട്ടിലുള്ളത്? കഴിക്കായിരുന്നു. ഡി. ഇഷാന് ഡി എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലേ? ആര് പഠിപ്പിച്ചു? ആരാ ഇഷാനിന് ഡി എഴുതാൻ പഠിപ്പിച്ചത്? കേക്കട്ടെ ഞാൻ. പറഞ്ഞ ആരാന്ന്?
അച്ഛനാ ഏതുവരെ പഠിപ്പിച്ചു? ഡി എഴുതാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ? ആഹാ, നല്ല അച്ഛനാണല്ലോ. ഓക്കെ, നോക്ക. നെക്സ്റ്റ് വൺ ഏത്? നമ്മൾ പറയാം ഡോഗ് അല്ലേ? ഡോഗ് പറഞ്ഞത് നായയാണ്. ഡോഗ്, ഡോഗ്, ഡോഗ്. D for dog and D for dots. Dot and the dot. എത്ര പേരുടെ ഡ്രസ്സിൽ ഡോട്ട് ഉണ്ട്? എത്ര പേരുടെ ഡ്രസ്സിലാണ് ഡോട്ട് ഉള്ളത്? പുള്ളിക്കുത്ത് എത്ര പേരുടെ ഡ്രസ്സിലുള്ളത്? പുള്ളികള്, പുള്ളിക്കുത്ത്, കുത്തില്ലേ, അത് നമ്മൾ ഡോട്ട് പറയാ. നിതാഷ കുട്ടിന്റെ ഡ്രസ്സിലുണ്ടോ? ഫാത്തിമ മെഹറിന്റെ ഡ്രസ്സിലുണ്ടോ ഡോട്ട്സ്? ഫസ്റ്റ് വൺ ഡോഗ്, പട്ടി. നെക്സ്റ്റ് വൺ dots. D for dog and D for dots. A for apple and A for ant. B for bat and B for ball. C for cat and C for cap. Today we are going to learn how to write D, capital letter D. എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ഡി എഴുതുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഡി വെച്ചിട്ടുള്ള വേർഡ്സ് ഇപ്പൊ പഠിക്കും. രണ്ട് വേർഡ്സ് ഇപ്പൊ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? D for dog and D for dots. ഒന്നും കൂടി എന്റെ കൂടുതൽ പാടണേ. ഇഷാനി sit down. Sit down ഇഷാനി. പാരന്റ്സ് ശ്രദ്ധിക്കുക, എന്റെ കൂടുതൽ അവരോട് പാടാൻ പറയാം. D for dog, D for dog, D for dog, D for dog and D for dots. Dots. First one dog, second one dots. Dog, dots. First one dog, second one dots. D for dog and D for dots. A for apple and A for ant. B for bat and B for ball. Next one C. C for cat and C for cap. D for dog and D for dots. പഠിച്ചില്ലേ? D for dog, D for dots. D for dog, D for dots. Okay. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് തുറന്നു നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരൊന്ന് കൈപൊക്കിയേ. എത്ര മക്കൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല? എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അല്ലേ? ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. പേജ് നമ്പർ 12. പേജ് നമ്പർ 12. ഹാലിജോ ഫെലിക്സിന് ടെക്സ്റ്റ് ബുക്ക് ഇല്ല മോനെ? വാങ്ങണേ. ടെക്സ്റ്റ് ബുക്ക് വേഗം വാങ്ങണം കേട്ടോ. നമുക്ക് എഴുതാനുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഒക്കെ ഉണ്ട്. പിന്നെന്തിനാ കൈപൊക്കിയത്? ഓക്കെ, നോക്കാം. ഡി, ഇതെന്താണ്? ഡി. നമുക്ക് ആദ്യം ഡി എഴുതാൻ പഠിക്കാം. പഠിച്ചാലോ ഡി എഴുതാൻ? ടേക്ക് യുവർ സ്ലേറ്റ്. സ്ലേറ്റ് എടുത്തോ? മിസ് സ്ലേറ്റ് എടുത്തേ. സ്ലേറ്റ് എടുത്തിട്ട് ചോക്ക് എടുത്തു. നിങ്ങൾ എന്ത് വേണം? സ്ലേറ്റ് എടുക്കുക, ഒരു പെൻസിൽ എടുക്കുക. ടേക്ക് യുവർ സ്ലേറ്റ് ആൻഡ് പെൻസിൽ. ടേക്ക് യുവർ സ്ലേറ്റ് ആൻഡ് പെൻസിൽ. ടു റൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ ഡി. നമ്മൾ എഴുതാൻ പഠിക്കുന്നത് ഇപ്പൊ ഡി ആണ്. ക്യാപിറ്റൽ ലെറ്റർ ഡി ആണ്. അതിനു മുന്നേ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? ഒന്ന് എഴുതിയേ. A B C വരെ എഴുതിയേ. ക്യാപിറ്റൽ ലെറ്റർ എഴുതിയ, സ്മോൾ ലെറ്റർ എഴുതുക.
ആദ്യം ക്യാപിറ്റൽ ലെറ്റർ എ ബി സി എഴുതുക. ദെൻ സ്മോൾ ലെറ്റർ എ ബി സി എഴുതിയേ. മിസ് നോക്കട്ടെ, മിസ് എഴുതാം. ആരാ ഫസ്റ്റ് തീരുന്ന നോക്കാലോ. എപ്പോഴും ഞാനാ ഫസ്റ്റ് ആവുന്നത്, ഇന്നും ഞാൻ തന്നെ ഫസ്റ്റ് ആവും. നോക്കട്ടെ. എ ബി സി, എ ബി സി, എ ബി സി. കാണിച്ചേ മിസ്സിന്, ഇതുപോലെ കാണിച്ചേ. എ ബി സി, എ ബി സി പറഞ്ഞോണ്ട് എഴുതണേ. മിസ് പറയുന്നത് പോലെ പറഞ്ഞോണ്ട് എഴുതിയേ. കാണുന്നുണ്ട് മിസ് എല്ലാവരുടേതും. ആദ്യം എഴുതിയ മോനെ ഹാലിജ ഫിലിക്സ്, ഫാത്തിമ മെഹറിൻ, ലുബാബ, അബ്ദുൽ ബാസിദ്. കാണിച്ചേ. ഇരുന്ന എന്റെ മോനെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ മിസ്സിന്. എ ബി സി. ഏതില് എ ബി സി, എ ബി സി. പഠിച്ചോ? എ ബി സി എഴുതാൻ പഠിച്ചില്ലേ? നെക്സ്റ്റ് വൺ ഡി. എങ്ങനെ ഡി എഴുതുക? To write capital letter D, capital letter D എഴുതാൻ ആദ്യം എന്ത് വേണമെന്നറിയോ? We have to draw a straight line from the top. We have to draw a straight line. അങ്ങനെ പറഞ്ഞാൽ എന്താ? From the top, മുകളിൽ നിന്ന് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഇതുപോലെ വരച്ചോ? സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. താഴേക്ക് ഒരു വര വരച്ചേ. ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈൻ വരയാണല്ലേ. മുകളിൽ നിന്ന് താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരക്കുക, വര വരക്കുക. സ്ട്രെയിറ്റ് എന്ന് വെച്ചാല് നേരെ. ദെൻ വരച്ചു എന്റെ മക്കളെ. Then we have to draw a curved line. Curved line എന്ന് വെച്ചാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? വളഞ്ഞതാണ് അല്ലേ? വളഞ്ഞ ലൈൻ നമ്മൾ എന്താ പറയാ? curved line എന്ന് പറയാം. Okay, we have to draw a curved line from the top to the bottom. കണ്ടോ? ഇതുപോലെ വരച്ചോ? ആദ്യം നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു വര വരക്കുക. എന്നിട്ട് എന്ത് വേണമെന്നറിയോ? curved line എന്ന് വെച്ചാൽ വളഞ്ഞിട്ട്. ഓക്കെ, വരക്ക. മുകളിൽ ഇങ്ങനെ വരക്ക, ഇങ്ങനെ വരക്ക. ഇതിലൊരു curved line വരച്ചോ? നല്ല മക്കളാണേ. ഒന്നുകൂടി വരച്ചു നോക്കിയേ. ക്യാപിറ്റൽ ലെറ്റർ ഡി ഒന്നും കൂടി എഴുതി നോക്കിയേ. ഒന്നുകൂടി എഴുതി നോക്കിയേ. നോക്കട്ടെ ആരാ ഫസ്റ്റ് എഴുതുന്നതെന്ന്. രണ്ടാമത്തെ ഡി. ഇഷാനി കുട്ടി സ്ലേറ്റിന്റെ മറുഭാഗത്ത് എഴുതിയ ഡി. ഡി. ആദ്യം ഒരു ലൈൻ വരക്കുക. എന്നിട്ടോ വളഞ്ഞിട്ട് ഡി, ഡി, ഡി. എ ബി സി ഡി. എ ബി സി ഡി. എ ബി സി ഡി എഴുതിയ നീ മുഴുവനായിട്ട് എഴുതിയേ. കാണുന്നില്ല എന്റെ മക്കൾക്ക്? എ ബി സി ഡി. വെരി ഗുഡ്. എഴുതിയ എല്ലാവരും? അബ്ദുൽ ബാസിദ് എഴുതുന്നുണ്ടോ? മിസ് കാണുന്നുണ്ട് ഇവിടെ. ഫോൺ തിരിച്ചു വെച്ചിട്ടാണ് ഇങ്ങനെ. എ ബി സി ഡി. ഓക്കെ, കാണാം. മോനെ കാണുന്നില്ല. ഓക്കെ,
അബ്ദുൽ ബാസിത്ത് ഇപ്പൊ എഴുതി കാണിക്കുക. ഫസ്റ്റ് ആകും, നോക്കട്ടെ ABCD എഴുതുന്നുണ്ടോന്ന്. എല്ലാവരുടെതും മിസ് കാണുന്നുണ്ടേ. ഓക്കെ, എഴുതി കാണിച്ച മിസ്സിനെ. ABCD. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഹോംവർക്ക് ചെയ്തവരാണോ? ആണോ? മിസ് ഇപ്പൊ ചെക്ക് ചെയ്യുവേ. മിസ്സിന് ചെക്ക് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മിസ് ഇപ്പൊ നോക്കൂ. ABCD. ഓക്കെ, കണ്ടു. ഇനി വേർഡ്സ് പഠിച്ചാലോ നമുക്ക്? T വെച്ചുള്ള വേർഡ്സ്. T വെച്ചുള്ള വേർഡ്സ് നോക്കാം. നമുക്ക് ഇപ്പൊ D എഴുതാം. അത് പിന്നെ വേർഡ്സ് പറഞ്ഞോണ്ട് നമുക്ക് എഴുതാം അല്ലേ? നോക്കട്ടെ. What is this? This is dog. Dog. D for dog. This is dog. ഇതെന്താണ്? Dog ആണല്ലേ? Dog. D for dog. D for dog. അബ്ദുൽ ബാസിദിനെ കാണുന്നില്ല, ഫാൻ മാത്രം കാണുന്നുണ്ട്. Dog. This is dog. Okay, next one. Deer. ഇതെന്താ? ഇതെന്താ animal? Deer. This is deer. Man. പുള്ളിമാനാണല്ലേ? Deer. And what is this? Doll. Doll means what? Doll. Doll എന്താ? How many of you have doll? എത്ര പേർക്കുണ്ട്? ഇഷാനി കുട്ടിക്ക് ഡോൾ ഉണ്ട്. അപ്പൊ ഡോൾ എന്ന് വെച്ചാൽ എന്താ? ഡോൾ പാവയാണല്ലേ? വെരി ഗുഡ്. D for dog. Deer. Doll. കണ്ടു ഫാത്തിമ മെഹറിൻ മിസ്. First one, dog. D for dog. Second one, D for deer. D for doll. Okay. D for dog. D for deer. D for doll. പഠിച്ചോ? എന്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കണേ. First one, dog. Dog. D for dog. D for dog. മിസ്സിന് കേൾക്കാം അവിടുന്ന് പറയുന്നതേ. സൗണ്ട് പറഞ്ഞേ. സൗണ്ടിൽ പറയാത്തൊരു മിസ് ഇപ്പം വിളിക്കുമല്ലോ. D for dog. D for dog. Dog. പറഞ്ഞേ. ആദിശ്രീ പറഞ്ഞേ. Dog. Second one, deer. Deer. Third one, doll. Doll. Okay. D എഴുതിയേ. സ്ലേറ്റ് നിറയെ D എഴുതിയേ എല്ലാവരും. മിസ്സിനെ കാണിച്ചു തന്നെ D എഴുതിയിട്ട്. D എഴുതി കാണിച്ചു തന്നെ മിസ്സിനെ. രണ്ട് ഭാഗത്തും D എഴുതി കാണിച്ചു തന്നെ. നല്ല മക്കളയച്ചു. D for dog. D for deer. D for doll. സ്ലേറ്റ് നിറയെ D എഴുതി കാണിച്ചേ. ഇഷിതക്കുട്ടി ചെറുതായിട്ട് നിറച്ചു എഴുതിയേ സ്ലേറ്റില്. ഒന്നല്ല, നിറയെ എഴുതിയേ. സ്ലേറ്റ് നിറയെ എഴുതുക. D. D എഴുതേണ്ടത് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. D എഴുതേണ്ടത് എങ്ങനെയാണെന്ന്? സ്ട്രെയിറ്റ് ലൈൻ വരക്ക, പിന്നെ ഒരു കർവ്ഡ് ലൈൻ. കണ്ടോ? D. D. കാണിച്ചേ മിസ്സിനെ D എഴുതിയത്. വെരി ഗുഡ്, നല്ല മക്കളാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ വേർഡ്സ് ആയിരുന്നു പഠിച്ചത്? D for dog, D for dogs,
D for deer and D for doll. Okay. Homework വേണ്ട ഇന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എഴുതിയത്? പേജ് നമ്പർ 9 കംപ്ലീറ്റ് ചെയ്ത് എഴുതിയില്ലേ? പേജ് നമ്പർ 9 ഫുൾ എഴുതിയവർ എത്ര പേരുണ്ട്? ക്യാപിറ്റൽ ലെറ്റർ ബിയും സ്മോൾ ലെറ്റർ ബിയും എഴുതി എത്ര പേരുണ്ട്? മിസ് നോക്കട്ടെ. ഇനി നിങ്ങൾക്ക് ഹോംവർക്ക് എന്താണെന്ന് അറിയോ? പേജ് നമ്പർ 11. പേജ് നമ്പർ 11 കണ്ടല്ലോ എല്ലാവരും. ക്യാപിറ്റൽ ലെറ്റർ സി എഴുതുക, സ്മോൾ ലെറ്റർ സി എഴുതുക. ഓക്കെ, അതാണ് നിങ്ങളുടെ ഹോംവർക്ക്. കണ്ടല്ലോ എല്ലാവരും? കണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ സി എഴുതുക, സ്മോൾ ലെറ്റർ സി എഴുതുക. നല്ല മക്കളായിട്ട് ചെയ്തിട്ട് വരണേ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്തൊക്കെ പഠിച്ചിട്ട് വരാ എന്റെ മക്കള്? എന്തൊക്കെ പഠിച്ചിട്ട് വരിക? ക്യാപിറ്റൽ ലെറ്റർ ഡി എഴുതാൻ പഠിക്കണം, വേർഡ്സ് പഠിക്കണം, ഹോംവർക്ക് ചെയ്യണം. ചെയ്യില്ല എല്ലാവരും? നല്ല മക്കളല്ലേ? ആണല്ലേ? ആ, എന്നെ നമുക്ക് നിർത്തിയാലോ ഇന്നത്തെ ക്ലാസ്? മിസ് പോയിക്കോട്ടെ? മിസ് പോയിക്കോട്ടെ എന്നാല്? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ. സേ താങ്ക് യു. താങ്ക് യു മിസ്സിനോട്. താങ്ക് യു പറഞ്ഞേ. ആദ്യത്തെ ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ചേ? ടീച്ചേഴ്സ് പോകുന്ന സമയത്ത് താങ്ക് യു പറയണം അല്ലേ? സ്റ്റാൻഡ് അപ്പ്. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. Stand up. All of you stand up. Nitasha Kutti, stand up. എണീറ്റ് നിൽക്കാൻ പറഞ്ഞ എണീറ്റ് അവിടെ നിൽക്കണം. Stand up. Sit down. Thank you, Miss. Sit down. Sit down. Okay, bye. Libaba, sit down. Sit down. ഇരുന്നിട്ടാണുള്ളത്. Okay, then bye.